നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2020 കപ്പിനും ചുണ്ടിനും ഇടയിൽ ബി.ജെ.പിക്ക് നഷ്ടമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒടുവിൽ 2025 എത്തിയപ്പോൾ മഹാഭൂരിപക്ഷത്തോടെ ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ണിലൊരു തരി പോലെ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസും ഉണ്ട്. എന്തായാലും അധികാരം ബി.ജെ.പിയുടെ കയ്യിലാണ്. എന്തായാലും ഒരു മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു സസ്പെൻസ് കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഇന്നിവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണം ഇന്നലെ അവസാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച അവധി ദിവസം ആണെങ്കിൽ പോലും ഈ ഒരു പെട്ടെന്നൊരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചത്. എന്തായാലും എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്. ഇനി എവര് നോക്കുന്നത് മേയർ ആരാണ്, ഡെപ്യൂട്ടി മേയർ ആരാണ്, അപ്പോ ആ സ്ഥാനത്തേക്ക് ആര് വരും, എങ്ങനെയാണ് അതിന്റെ ഒരു നിർണയമൊക്കെ നടക്കുക എന്നത്, അതിനാണ് ഇനി ഒരു സസ്പെൻസ് ഉള്ളത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരാണ് മേയർ എന്നതാണ്. അപ്പൊ അങ്ങയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് മേയർ സ്ഥാനത്തേക്ക്. എന്താണ് ഏതൊരു എത്തി ചർച്ചകൾ? ഭാരതീയ ജനതാ പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെയല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം. തീർച്ചയായിട്ടും അതിന് യോഗ്യരായ ഈ 50 പേരും മേയറാകാൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത്. ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുമ്പോൾ അവർക്ക് യോഗ്യത നോക്കിയാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത്. ആ തിരഞ്ഞെടുത്തയച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ 50 പേരും അതിന് യോഗ്യരാണ്. അതിൽ ആരാണ് ചെയ്തു തീർക്കേണ്ടത്, താല്പര്യമുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും തിരുവനന്തപുരം കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ഇന്നിനേറെ പറയുന്നു കേന്ദ്രത്തിന്റെ അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ഭാരതത്തിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ അതിനെ നയിക്കുവാൻ കെൽപ്പുള്ള ഈ 50 പേരിൽ ഒരാളെ പാർട്ടി തിരഞ്ഞെടുക്കും, സംഘടന തിരഞ്ഞെടുക്കും. അവരായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ. അല്ലാതെ മീഡിയ പറയും പോലെ അവരാകും, ധർമ്മനജിത്താകും, വി രാജേഷ് ആകും, IPS നമ്മുടെ ശ്രീലേഖ മേഡാകും. ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയാണ്. ഇത് ഞങ്ങളുടെ സൃഷ്ടിയല്ല, ഇത് നിങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ തന്നെ പറയും. പക്ഷെ പാർട്ടി അതിന്റെ യഥാസമയം ആ കൃത്യതയോടുകൂടി അത് വിലയിരുത്തിക്കൊണ്ട് ഒരാളിനെ തിരഞ്ഞെടുക്കും. അതിൽ ഈ പറയുന്ന 49 പേരും അവരോടൊപ്പം ഉണ്ടാകും. 50 പേരും കൂട്ടായി ചേർന്നുള്ള ഒരു മരണ സംവിധാനമായിരിക്കും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അവസാനമായ ചോദ്യം കൂടി, ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് താമര വിരിയുമോ? എങ്ങനെയാണ് പ്രതീക്ഷ? ഒരു താമരയല്ല വിരിയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 2010 കേവലം 6 സീറ്റുകൾ മാത്രമാണ്, താമരകൾ മാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ആ നഗരസഭയിൽ 2010 കഴിഞ്ഞ് 2015 എത്തിയപ്പോൾ 35 താമരയാണ് വിരിഞ്ഞത്. 2020 ആയപ്പോൾ 35 താമര വിരിഞ്ഞു. ഈ കേരള നിയമസഭയ്ക്കകത്ത് നിങ്ങൾ പറയും പോലെ എണ്ണമിട്ട 1ഓ 2ഓ ഇപ്പൊ നിങ്ങൾ പറയുന്ന നിയമം, കഴക്കൂട്ടം, മറ്റൂർക്കാവ്, ഇതൊക്കെ കേരളത്തിലൊട്ടാകെ ഈ വികസനത്തിന് വേണ്ടി കൊതിക്കുന്ന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നത്. കേരളം ഒരു പട്ടണമാണ്. ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി വികസനം കൊണ്ടുവരണമെങ്കിൽ, സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരണമെങ്കിൽ, കേരളത്തിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ ആ വികസന കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരു സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം. പല താമരകൾ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരിയും. നമ്മുടെ ലക്ഷ്യം 1ഓ 2ഓ സീറ്റോ അല്ലെ 6ഓ 10ഓ നിങ്ങൾ പറയും പോലെ അല്ല. നമ്മുടെ ലക്ഷ്യം അധികാരമാണ്. നമ്മുടെ ലക്ഷ്യം അധികാരമാണ്. മാറാത്തതിന് മാറുമെന്ന് രാജീവേട്ടൻ പറയുന്നത് വെറുതെ അല്ല. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ ഇരു മുന്നണികളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഈ 2 മുന്നണികളുടെ കപട രാഷ്ട്രീയം, വികസന മുരടിപ്പ്, ഇവരുടെ അഴിമതി, ഇതിനൊക്കെ ഒരു അന്ത്യം കാണുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ മാത്രമേ അത് സുരക്ഷിതമുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭരണമാറ്റം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ ആരെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് അതൊരു സ്വപ്നമായിരുന്നില്ലേ? ആരുമല്ല അനന്തപുരി കാവി ഉദിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? കേരളം കാവി ഉദിക്കുവാൻ വലിയ താമസമൊന്നും വേണ്ട. കേരളത്തിൽ താമരകൾ പല സ്ഥലങ്ങളിൽ വിരിയും. ആ വിരിയുമ്പോൾ ഒരു ഭരണമാറ്റം കേരള സംസ്ഥാനത്തുണ്ടാകും. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കും. ഈ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ മേയർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറാകാൻ ഇപ്പോൾ ചർച്ച തുടങ്ങിയില്ല. അതുകൊണ്ട് അത് വിദൂരമല്ല, അത് തീർച്ചയായിട്ടും സംഭവിക്കും. അതിന് കാരണങ്ങളുണ്ട്, ഇതിനൊക്കെ കാരണങ്ങളുണ്ട്.
അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം സബലീകരിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും പാർട്ടിയുടെ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു ആവേശമാണ് ഇന്നിപ്പോൾ. BJP എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ്, ജനങ്ങളുടെ ഇടയിൽ ആവേശമാണ്, ഒരു പ്രത്യാശാസ്ത്രമാണ്, അതൊരു പ്രത്യാശയാണ് ഉണ്ടാകുന്നത്. ആ പ്രത്യാശാസ്ത്രത്തിൽ കൂടിയുള്ള പ്രത്യാശ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിൽ താമരകൾ നിരവധി വിരിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും ആർക്കും വേണ്ട. 43 വർഷം CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ഈ തിരുവനന്തപുരം നഗരസഭ ഭരണം നടത്തിയത്. അവരുടെ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ അവരുടെ അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, ഇതൊക്കെ അവരുടെ മുഖമുദ്രയായിരുന്നു. കഴിഞ്ഞ 43 വർഷത്തെ അവരുടെ മുഖമുദ്രയായിരുന്നു. അതിനാണ് ഇവിടെ തർക്കപ്പെട്ടത്. തീർച്ചയായിട്ടും മാറാത്തത് മാറും എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു. അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്നു. മാറാത്ത 43 വർഷത്തെ CPM നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ ഭരണസമിതിയുടെ ആളാണ് ഇവിടെ മാറിയിരിക്കുന്നത്. ജനം വികസനത്തിന് കാതോർത്തിരിക്കുകയാണ്. വികസനമാണ് അവർ നമ്മുടെ തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ ക്യാപിറ്റൽ സിറ്റികളൊക്കെ നമ്മൾ പരിശോധിക്കണം. ഭാരതത്തിന്റെ മറ്റെല്ലാ ക്യാപിറ്റൽ സിറ്റികളും വികസനത്തിന്റെ കുതിപ്പ് നടത്തുമ്പോൾ തിരുവനന്തപുരം കിതക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വികസനം ആവശ്യമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വികസന സാധ്യതകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. നമുക്കറിയാം, അന്താരാഷ്ട്ര വിമാനത്താവളം, അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്, വിഴിഞ്ഞം പോർട്ട്, അതുപോലെ തന്നെ ഐ ടി ഏറ്റവും ടെക്നോ പാർക്ക് തുടങ്ങി നിരവധി വികസന സാധ്യതകളുള്ള ഒരു ജില്ലയാണ്, ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. ആ നഗരത്തിന്റെ വികസനം അത്യന്താപേക്ഷികമാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു മഴ പെയ്താൽ ഇവിടുത്തെ സ്ഥിതി എന്താണ്? വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ വേണ്ടി കഴിഞ്ഞ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അത് തൊട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് 150 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. 50 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരം അതുപോലെ ചേർത്ത് 200 കോടി രൂപയുടെ ഒരു വികസന പദ്ധതിക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് അനുവദിക്കപ്പെട്ടത്. 1.5 വർഷമായി അതിന്റെ പുറത്തു കയറി അടയിരിക്കുകയായിരുന്നു ഈ മുന്നണി, ഈ ഭരണസമിതി. തീർച്ചയായിട്ടും വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണുവാൻ മാത്രമല്ല, അമൃത് പ്രോജക്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. കഴിഞ്ഞ 11 വർഷക്കാലം തിരുവനന്തപുരം നഗരത്തിന് 33% മാത്രമേ അവർ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ. നോക്കണേ, കേന്ദ്രത്തിന്റെ പണം മുഴുവൻ, കേന്ദ്രം കൊടുക്കുന്ന പണം മുഴുവൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ പറയുന്ന മുന്നണി സംവിധാനം, ഈ ഭരണസമിതി അതിനെ മുഴുവൻ പാഴാക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ.